Hi guys, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും റൈറ്റിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ നമുക്ക് ചില സെൻറ്റൻസസുകൾ ബൈ ഹാർട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ഏതൊക്കെയാണ്, അവ എങ്ങനെ എഴുതാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇതാണ്, commonly used sentences in OET writing. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ OET പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ലൈഡിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങളുടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ സെയിം നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും എൻ്റെ ഇതേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ OET റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് വൺ, ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഡെമെൻഷ്യ. ഷീ ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ but will require your assistance to resume her daily activities. സോ രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. സോ നമ്മൾ യൂസ് ചെയ്തത് ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആണ്. ബിക്കോസ് നമുക്കറിയാം ഡെമെൻഷ്യ എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ അല്ലാത്ത കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ്. അങ്ങനെയുള്ള ഡിസീസസ് നമുക്ക് വാസ് ഡയഗ്നോസ്ഡ് എന്ന് എഴുതാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ഫോളോ അപ്പ് ഉറപ്പായിട്ടും ഇപ്പുറത്തേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിന് നമുക്ക് ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇവിടുന്ന് ഡിസ്ചാർജ് ആണ് ഈ പേഷ്യൻ്റ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ അസിസ്റ്റൻസ് ഇൻ ഓർഡർ ടു റെസ്യൂം ഹെർ ഡെയിലി ആക്ടിവിറ്റീസ്, അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അസിസ്റ്റൻസ് വേണം എന്നുള്ളതാണ് നമ്മൾ അവരോട് പറയുന്നത്. ഓക്കെ, വിൽ ഗോ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് എക്സ് ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഫ്രാക്ചർ ഓഫ് ദ പെൽവിസ്. She is being transferred to your facility for rehabilitative care and support. ഇതൊരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ആണ്. സോ ഇവിടെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഫ്രാക്ചറാണ്. പക്ഷേ ഇപ്പോഴും ഫോളോ അപ്പ് വേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഹാസ് ബീൻ ഉപയോഗിച്ചത്. സോ എന്താണ് വേണ്ടത്? ഫോളോ അപ്പ് എന്താണ്? റീഹാബിലിറ്റേറ്റീവ് കെയർ ആണ് ആ പേഷ്യൻറ്റിന് വേണ്ടത്. സോ പേർപ്പസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് റീഹാബിലിറ്റേറ്റീവ് കെയർ ആണ്. പിന്നെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രാക്ചർ ഓഫ് ദ പെൽവിസ് ആണ്. സോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു ഈസ് റിക്കവറിംഗ് ഫ്രം ന്യൂമോണിയ. ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ ബട്ട് റിക്വയർസ് ഓൺഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ട്. ഇവിടെ പേഷ്യൻറ്റ് ഈസ് റിക്കവറിങ് എന്നുള്ള വേർബ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊരു ടെമ്പററി, ലൈക്ക് ഹീ ഈസ് ഇൻ ദാറ്റ് റിക്കവറി പീരീഡ് എന്നുള്ളതാണ് അത് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ പേഷ്യൻറ്റ് ന്യൂമോണിയയിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അയാൾക്ക് എന്ത് വേണം? വാട്ട് ഈസ് ദ പേർപ്പസ്? ഹീ റിക്വയർസ് ഓൺഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ട്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇതൊരു കമ്മ്യൂണിറ്റി നഴ്സിനോ ഒക്കെ എഴുതുന്നതായിരിക്കും. ചിലപ്പോൾ അവർ അവിടുന്ന് വന്നിട്ട് ഈ പേഷ്യൻറ്റിന് കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. ചിലപ്പോൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. വട്ടെവർ ഇറ്റ് ഈസ്, ആ ഒരു ഫോളോ അപ്പ് കെയർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്ത എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഏർജൻറ്റ് അഡ്മിഷൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ലെറ്ററാണ്. നമുക്ക് നോക്കാം അതൊരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു റിക്വയർസ് ഏർജൻറ്റ് അഡ്മിഷൻ ടു യുവർ ഹോസ്പിറ്റൽ ഡ്യൂ ടു സിവിയർ ലെഫ്റ്റ് സൈഡഡ് ഹെഡേക്ക്. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിന് ആക്ച്വലി സിവിയർ ഹെഡേക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നഴ്സിംഗ് കെയർ ഹോമിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ ഒക്കെ സംഭവിച്ചു കാണും. അപ്പോൾ അവിടുന്ന് ആരാണോ അസസ് ചെയ്യുന്നത്, മേ ബി എ നഴ്സ് ഓർ എ ഡോക്ടർ, ആരെങ്കിലും ആവട്ടെ, അവർ അസസ് ചെയ്തിട്ട് അവർക്ക് തോന്നുവാണ് ഒരു ഏർജൻറ്റ് അഡ്മിഷൻ ഈ ഒരു പേഷ്യൻറ്റിന് വേണം, അതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലോട്ട് ലെറ്റർ അയക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഒരു എമർജൻസി ഫിസിഷ്യനോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റോ അങ്ങനെയൊക്കെ ആവാം
ആവാം ഇതിൻ്റെ റിക്വസ്റ്റ് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെറ്ററാണ്, അങ്ങനെയുള്ള ഒരു അർജൻറ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇത് നമുക്ക് ഇനി വേറൊരു കേസിലാണെങ്കിൽ അർജൻറ്റ് അഡ്മിഷൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത എക്സാമ്പിൾ ഒരു ഹോം വിസിറ്റ് റിക്വസ്റ്റ് ആണ്. സോ എങ്ങനെയാണെന്ന് നോക്കാം. ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ്സ് ഫോർ മിസ്റ്റർ എക്സ് who was admitted to our hospital following a fall. He requires further assistance and support to improve his mobility. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു റിക്വസ്റ്റ് ആണോ മെനി റിക്വസ്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കണം. ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ എ ഹോം വിസിറ്റ് എന്നെഴുതും. മൾട്ടിപ്പിൾ വിസിറ്റ്സ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹോം വിസിറ്റ്സ്, അപ്പം പിന്നെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഫോർ സോ ആൻഡ് സോ ആൻഡ് ഹു വാസ് അഡ്മിറ്റഡ് ടു our hospital following a fall. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഹി റിക്വയേഴ്സ് ഫർദർ അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ടു ഇംപ്രൂവ് ഹിസ് മൊബിലിറ്റി. സോ ഈ ഫോളോ കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും മൊബിലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടാവാം. ഇനി അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അസിസ്റ്റൻസ് ആവശ്യമുണ്ട് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ലെറ്ററാണ്, ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇനിയിപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ സസ്പെക്റ്റഡ് കേസസ് ലൈക്ക് ഒരു ഫെർദർ ഇവാലുവേഷന് വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്സിസ് എക്സ് who is presenting with signs and symptoms suggestive of acute pancreatitis. She requires further assessment and management. ഇനി ഇപ്പോൾ ഇത് ഒരു ഇമീഡിയറ്റ് അസസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അർജൻറ്റ് അസസ്മെൻറ്റ് എന്ന് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഷീ റിക്വയർസ് ഫെർദർ അസസ്മെൻറ്റ് എന്നതിന് പകരം നിങ്ങൾ ഷീ റിക്വയർസ് ഇമീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ടു ഡയഗ്നോസ് കേസസ് ലൈക്ക് നമ്മൾ സസ്പെക്റ്റഡ് കേസസ് ഈ ഒരു രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, വേറൊരു രീതിയിൽ നമുക്ക് സസ്പെക്റ്റഡ് കേസ് എഴുതാം. അതായത് I am writing to refer Miss X who is suspected to have early signs of separation anxiety disorder. Your assessment and treatment would be greatly appreciated. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ആ പേർപ്പസ് പാർട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഷീ റിക്വയേഴ്സ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ വേറൊരു രീതിയിൽ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷീ റിക്വയേഴ്സ് ഫെർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, നോൺ കേസ് എങ്ങനെ എഴുതും എന്നുള്ളത്. ഇപ്പം നമ്മൾ ഏതൊക്കെയാണ് നോൺ കേസ്? ഇപ്പോൾ ഒരു ലോക്കൽ ജി പിക്കാണ് എന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റിൻ്റെ സെയിം ജി പിക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നെങ്കിൽ അത് നോൺ കേസാണ്. അപ്പോൾ അവർക്ക് അറിയുന്ന ഇൻഫർമേഷൻ ഒരു കാരണവശാലും നമ്മൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പോൾ ഒരു സെയിം നഴ്സിംഗ് കെയർ ഹോം പേഷ്യൻ്റ് അവിടുത്തെ ഒരു റെസിഡൻ്റ് ആയിരുന്നു, ഒരു ടെമ്പററി പേർപ്പസ് ലൈക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പേർപ്പസിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ച് അയാൾ നഴ്സിംഗ് ഹോമിലോട്ട് പോകുമ്പോൾ ആ ഒരു നഴ്സിനെ എഴുതേണ്ട ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ആണ് നോൺ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ദ കറൻറ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ എക്സ് who is recovering from a left total knee replacement. Then he is being discharged from our hospital back into your care. Okay. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് ഹി റിക്വയേഴ്സ് കണ്ടിന്യൂഡ് കെയർ എന്ന് വേണമെങ്കിലും നമുക്കവിടെ എഴുതി വെക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്റൻസ് ജോയിൻ ചെയ്ത് എഴുതണം എന്നില്ല. ഓക്കെ, സെപ്പറേറ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം, ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡിഫറെൻറ്റ് കേസസ് ആണ് നമുക്ക് യൂഷ്വലി OET ലെറ്ററിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്കടുത്തത് നോക്കേണ്ടത് ബോഡി പാരഗ്രാഫ്സിൽ കോമൺലി കാണപ്പെടുന്ന അല്ലെങ്കിൽ കോമൺലി എഴുതാൻ പറ്റുന്ന സെൻറ്റൻസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്.
നമുക്ക് അഡ്മിഷനിൽ തന്നെ തുടങ്ങാം. അഡ്മിഷൻ തന്നെ പല വിധത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് ടു ആർ ഹോസ്പിറ്റൽ 3 days ago ഫോർ എ ലെഫ്റ്റ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. പിന്നെ അത് തന്നെ വേറെ എങ്ങനെ എഴുതാൻ പറ്റും? മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് ടു ആർ ഹോസ്പിറ്റൽ ഓൺ ദാറ്റ് ഡേറ്റ് വിത്ത് കംപ്ലയിൻറ്റ്സ് ഓഫ്. എന്തൊക്കെയാണ് അയാളുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതുക. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വിസിറ്റ്സ് നടത്തിയ ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയുള്ള ഒരു കേസ് ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം അയാൾ ഒരു 3-4 വിസിറ്റ്സ് ചിലപ്പോൾ ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ അയാളുടെ GPനെയോ കണ്ടെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടിയിട്ട് സെയിം കംപ്ലയിൻറ്റ്സ് തന്നെയാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് എങ്ങനെ തുടങ്ങാം? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് മിസ്റ്റർ എക്സ് initially presented to our clinic with an injury on his left knee. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ജസ്റ്റ് എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കഴിയുമ്പോൾ അയാളുടെ പ്രോഗ്രസ് എന്തായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ കേസ് ഡിറ്റീരിയറേറ്റ് ചെയ്യുവാണോ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ വിസിറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേർഡ് ഇവിടെ ഉപയോഗിക്കാം, ഇനീഷ്യലി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അയാൾ വിസിറ്റ് ചെയ്തപ്പോൾ ഇന്നതായിരുന്നു അതിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ ഡ്യൂറിങ് സബ്സിക്വൻറ്റ് വിസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ബോഡി പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. അതിലെന്താണോ മാറ്റർ കൊടുത്തേക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് മാനേജ്മെൻറ്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ എന്താണ് ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്? an X-ray was done which revealed fracture of femur. സോ നമ്മളിപ്പോൾ ആദ്യം ഒരു കണ്ടീഷൻ വിത്ത് കംപ്ലയിൻറ്റ്സ് ഓഫ് അല്ലെങ്കിൽ എഴുതിയിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവരെന്ത് ചെയ്തു, ഹോസ്പിറ്റൽ എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതാണ് കേസെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതാൻ പറ്റും. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, certain blood tests were ordered. മേ ബി ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഉപയോഗിക്കാം. ദെൻ as she exhibited signs and symptoms of pneumonia, she was treated with chest physiotherapy. സോ ഇത് കമ്പൈൻ ചെയ്തിട്ട് എഴുതിയതാണ് ഇപ്പോൾ. അപ്പോൾ ചെസ്റ്റ് ഫിസിയോ ചെയ്തിട്ടുണ്ട്, ന്യൂമോണിയ സിംറ്റംസ് കാണിച്ചതുകൊണ്ട്. അപ്പോൾ അത് രണ്ട് പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും കേസ് ഹിസ്റ്ററി കിടക്കുന്നത്. നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ഹിസ് വൂണ്ട് ഈസ് ഹീലിംഗ് വെൽ വിത്ത് റെഗുലർ ഡ്രസ്സിങ് ചേഞ്ചസ്. ഇവിടെ എന്താണ് പോയിൻറ്റ്സ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, വൂണ്ട് ഹീലിംഗ്, നെക്സ്റ്റ് പോയിൻ്റായിട്ട് റെഗുലർ ഡ്രസ്സിങ്. ഇപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് അവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഹിസ് പെയിൻ വാസ് റിലീവ്ഡ് ബൈ പാരസെറ്റാമോൾ. ഇത് വേണമെങ്കിൽ നമുക്ക് പല വിധത്തിൽ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് പാരസെറ്റാമോൾ ഫോർ ഹിസ് പെയിൻ റിലീഫ്. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ മാറ്റി പിടിക്കാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം ഒരു പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ഏതൊക്കെ രീതിയിൽ എഴുതാം എന്നുള്ളത്. ഫസ്റ്റ് വൺ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹി മേഡ് ഗുഡ് പ്രോഗ്രസ്. നമ്മൾ സ്ഥിരം ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഒരു പോസിറ്റീവ് പ്രോഗ്രസ് ആണ് അവിടെ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ അതൊരു ഡിറ്റീരിയറേഷൻ ആണെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെസ്പൈറ്റ് ഓഫ് ദ ഇൻറ്റൻസീവ് കെയർ ഹിസ് പ്രോഗ്രസ് സിൻസ് അഡ്മിഷൻ ഹാസ് ബീൻ പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നല്ല കെയർ അവിടെ കൊടുത്തിട്ട് പോലും അയാളുടെ കണ്ടീഷൻ പ്രോഗ്രസീവ്ലി ഡിറ്റീരിയറേറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് അവിടെ മീനിങ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓൾദോ ഹീ ഈസ് ഏബിൾ ടു വാക്ക് വിത്ത് എ ഫ്രെയിം ആൻഡ് ഫീഡ് ഹിംസെൽഫ് ഹീ സ്റ്റിൽ റിക്വയർസ് അസിസ്റ്റൻസ്. സോ ഇതൊരു പ്രോഗ്രസ്സിനെ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് മുമ്പേ ഇതുപോലും പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഫ്രെയിം വെച്ച് നടക്കാനും ഫീഡ് ചെയ്യാനും മീൻസ് സെൽഫായിട്ട് ഫീഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഹീ ഈസ് ഏബിൾ ടു വാക്ക് ഷോർട്ട് ഡിസ്റ്റൻസസ് വിത്തൗട്ട് എനി അസിസ്റ്റൻസ്. സോ പോസിറ്റീവ് പ്രോഗ്രസ്. മനസ്സിലായോ? അയാൾക്ക് നടക്കാൻ ചെറിയ ദൂരത്തേക്ക് തന്നെ നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഹാബിറ്റ്സ് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആൽക്കഹോൾ ഹാബിറ്റാണ്. സോ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കേസ് ഹിസ്റ്ററിക്കകത്ത് ഹീ ഈസ് ആൽക്കഹോളിക് എന്നാണ് കൊടുത്തേക്കുന്നത്, പോയിൻ്റ് അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഹിസ് ആൽക്കഹോൾ ഇൻടേക്ക് ഈസ് ഹയർ ദാൻ ദ റെക്കമെൻഡഡ് ലെവൽ. ചില കേസ് നോട്ടിൽ അയാൾ ഇത്ര എമൗണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഹി കൺസ്യൂംസ് 3 to 5 യൂണിറ്റ്സ് ഓഫ് ബിയർ എവറി ഡേ. എന്താണോ ബിയർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷനും കൂടി ഞാൻ അവിടെ ആഡ് ചെയ്തു. ഹി വാസ് അഡ്വൈസ് ടു റെഡ്യൂസ് ഹിസ് ആൽക്കഹോൾ കൺസംഷൻ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹി കൺസ്യൂംസ് 3 to 5 യൂണിറ്റ്സ് ഓഫ് ബിയർ എവറി ഡേ, therefore ഹി വാസ് അഡ്വൈസ് ടു റെഡ്യൂസ് ഹിസ് ആൽക്കഹോൾ കൺസംഷൻ. ഇങ്ങനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ കേസ് ഹിസ്റ്ററിക്കകത്ത് കൊടുത്തേക്കുന്ന ആ രീതിയിൽ വേണം നിങ്ങളും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓർക്കുക, റിലേറ്റഡ് പോയിൻറ്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റുവാണെങ്കിൽ അതും വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ മറ്റേ എക്സാമ്പിളും കൂടി അവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം സ്മോക്കിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ളത്. ഹി സ്മോക്സ് ഇൻ എക്സസ്, വെറും സ്മോക്കർ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹി സ്മോക്സ് ഇൻ എക്സസ് എന്ന് എഴുതാം. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു നമ്പർ, ഇത്ര സിഗരറ്റ്സ് അയാൾ വലിക്കുന്നുണ്ട് ആൻഡ് ദാറ്റ് ടു റെഗുലർലി അല്ലെങ്കിൽ പെർ ഡേ എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദാറ്റ് ഈസ് എ പെർമനൻറ്റ് ലൈക്ക് റെഗുലർ റുട്ടീൻ ആക്ഷൻ ആണ് അയാളുടെ. അപ്പോൾ എങ്ങനെ സിമ്പിൾ പ്രസൻറ്റിൽ എഴുതാം? ഹി സ്മോക്സ് 20 cigarettes a day. ഓക്കെ, ദെൻ അത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് കൺസ്യൂമിങ് ആൽക്കഹോൾ. സോ രണ്ട്, സ്മോക്കർ, ആൽക്കഹോളിക് എന്ന് രണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എഴുതാൻ നിൽക്കേണ്ട, ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ ഇനി അവിടെ ഒരു ടൈം പീരീഡും കൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. കുറച്ചൊരു ലോങ് പീരീഡിലായിട്ട് അയാൾ സ്മോക്ക് ചെയ്യുവാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതാം. ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ ദ പാസ്റ്റ് 15 years. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ ഫോർ ഉപയോഗിക്കും, പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ് ഉപയോഗിക്കും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അതൊന്ന് കാണണം കേട്ടോ. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. വെയിറ്റ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കേസ് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റുന്നതാണ് വെയിറ്റിനെ കുറിച്ചുള്ള ഇത്. അപ്പോൾ എങ്ങനെ എഴുതുക? ഹിസ് വെയിറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ഹിസ് ഐഡിയൽ വെയിറ്റ് റേഞ്ച്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഹീ ഈസ് ഓവർ വെയിറ്റ് എന്ന് സിമ്പിളായിട്ട് എഴുതിയാലും മതി. പിന്നെ വേണമെങ്കിൽ വിത്ത് എ BMI ഓഫ് സോ ആൻഡ് സോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കതിനെ ചേർത്ത് എഴുതാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി പോവാം. ഡയബറ്റീസ് ഓർ ഹൈപ്പർ ടെൻഷൻ ലൈക്ക് പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അണ്ടർലൈൻ ഡിസീസസ് കണ്ടീഷൻസ് എങ്ങനെ എഴുതാം നോക്കാം. ഇത് ഏതാണെന്ന് വെച്ചാൽ എഴുതാം. ഞാനിപ്പോൾ ഒരു ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എക്സാമ്പിളായിട്ട്. അപ്പോൾ മിസ് എക്സ് ഹാസ് ടൈപ്പ് 2 ഡയബറ്റീസ് ഫോർ വിച്ച് മെറ്റ്ഫോമിൻ ഈസ് പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ഓൺ മെറ്റ്ഫോമിൻ എന്നൊക്കെ ആണെങ്കിൽ നമുക്കത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഫോർ വിച്ച് എന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ സെൻറ്റൻസ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, ഷീ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2011. അപ്പോൾ നിങ്ങളുടെ കേസ് ഹിസ്റ്ററിക്കകത്ത് ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ 2011 എന്നായിരിക്കും. അപ്പോൾ 2011 എപ്പോഴും പോയിൻ്റ് ഓഫ് ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓർക്കണം സിൻസാണ് ഞാൻ അവിടെ ഉപയോഗിക്കേണ്ടത്. സോ സിൻസ് ഉപയോഗിക്കുമ്പോൾ ഓർക്കണം എനിക്ക് പെർഫെക്റ്റ് ടെൻസസ് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഷീ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2011 അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. അല്ലെങ്കിൽ പിന്നെ ഹാസ് ബീൻ ഉപയോഗിക്കാം കേട്ടോ, അതും വേറൊരു യൂസേജാണ്. ഓക്കെ, ദെൻ ഹീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അത് നമ്മൾ നേരത്തെ ഹാബിറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഹീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടി ഇത് എഴുതാം. ഹെർ ഹൈപ്പർ ടെൻഷൻ ഈസ് കൺട്രോൾഡ് ബൈ ടാബ്ലറ്റ് ബൈസോപ്രലോൾ. ബൈസോപ്രലോൾ എന്ന് എഴുതിയാലും മതി. ഇനി നമ്മുടെ ഫൈനൽ പാരഗ്രാഫ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. So the first one, it would be appreciated if you could ensure she follows her exercise program and maintains a healthy diet. ഇതിപ്പോൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഫൈനൽ പാരഗ്രാഫാണ്. അപ്പോൾ ഞാൻ 1-2 എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഏതാണോ നിങ്ങളുടെ പറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റാൻ നിങ്ങൾ റെഡി ആവണം കേട്ടോ, ഈ പറഞ്ഞേക്കുന്ന എല്ലാ സാമ്പിൾ സെൻറ്റൻസസിലും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. I would appreciate if you could monitor his pain status for which Panadol can be administered. So, administer Panadol, പിന്നെ പെയിൻ സ്റ്റാറ്റസ് എന്നുണ്ട് 2 പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും അവർ തരുന്നത്. അങ്ങനെ ഇത് വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ
ദെൻ ഒരു ഫോളോ അപ്പ് അപ്പോയിൻമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഷീ വിൽ ബി റിവ്യൂഡ് ബൈ ദ ന്യൂറോളജിസ്റ്റ് ഇൻ 2 weeks ടൈം. സോ ഇങ്ങനെ എഴുതുമ്പം ലൈക്ക് ഒരു ഫിക്സഡ് ഷെഡ്യൂളാണത്. വിൽ ബി എന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഷുവറിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഒരു തടസ്സം അതിനകത്ത് വരാനില്ല. നെക്സ്റ്റ് പോയിൻറ്റിനോട്ട് പോവാം. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ഒരു ഡോക്ടേഴ്സിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ ലാസ്റ്റ് 2 പോയിൻറ്റ് ഞാൻ എഴുതിയേക്കുന്നത്. അത് ഒരിക്കലും വേർഡ് ലിമിറ്റ് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ നിൽക്കണ്ട കേട്ടോ. ഇറ്റ്സ് എ വെരി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ശ്രദ്ധിച്ചെഴുതുക. ഇതിലേതെങ്കിലും ഒന്നേ എഴുതാനും പാടുള്ളൂ. The first one is your assistance is inevitable in her treatment. അതിപ്പോൾ ഒരു ഡോക്ടറിനൊക്കെ പറയുമ്പോൾ നമുക്ക് വെറുതെ ഒരു സിംപ്ലി ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി അവിടെ എഴുതി ചേർക്കാം. ഇനി വേറൊരെണ്ണം, യുവർ റോൾ ഈസ് ഇൻഡിസ്പെൻസബിൾ ഫോർ ഹർ ബെറ്റർ റിക്കവറി. ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു മൊബിലിറ്റി അസിസ്റ്റൻസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നഴ്സിനോട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജനറലായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ജനറലായിട്ട് ഞാൻ പിക്ക് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് സാമ്പിൾ സെൻറ്റൻസസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു വീഡിയോയും കൂടി ചെയ്യാം. അതിനകത്ത് വളരെ ജനറലായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കേസ് ഹിസ്റ്ററി വായിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ എഴുതാൻ പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് OET പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത്. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്.